കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. എന്താണ് എൻ്റെ ഉള്ളിലുള്ള മോട്ടീവ്? കാരണം ജോലി പോകുമെന്ന് പേടിച്ച് ചാടിയതാണോ? കോഡിങ് പഠിക്കാൻ എൻ്റെ മോട്ടീവ് ഒരു സ്റ്റേബിൾ ജോബ് കിട്ടുക എന്നുള്ളതല്ലായിരുന്നു. ഹലോ, കുറേ നാളായി യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ട്. സോ കുറച്ച് തിരക്കിലായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനായി ഞാൻ ജോബ് സ്വിച്ച് ചെയ്തു, കാലിക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ബാംഗ്ലൂർ ടു കാലിക്കറ്റ് ഷിഫ്റ്റ് നടന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു പുതിയ കാര്യം പഠിക്കായിരുന്നു. സോ ഇങ്ങനെ കുറേ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, വീഡിയോസ് ഡിലേ ആയി. ഇനി കുറച്ച് നാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നോക്കാം എങ്ങനെ പോകും. സോ ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ട് എൻജിനീയറിംഗ് വിട്ട് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലേക്ക് ചാടി, എന്താണ് എൻ്റെ ഉള്ളിലുള്ള മോട്ടീവ് ഫോർ ദിസ് ചാട്ടം, കാരണം ജോലി പോകുമെന്ന് പേടിച്ച് ചാടിയതാണോ, എന്താണ് അതിൻ്റെ ഒരു അനാട്ടമി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ചാടി എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ബാക്ക് ഇൻ 2020 ഞാൻ കോഡിങ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണത്. കോഡിങ് ഒരു +2, ഐ തിങ്ക് ഒരു +2ൻ്റെ ഒക്കെ ടൈമിൽ. എന്നിട്ട് +2 കഴിഞ്ഞ് ഡയറക്റ്റ് പ്രോട്ടോടൈപ്പ് ജോയിൻ ചെയ്തു. പ്രോട്ടോടൈപ്പിന് പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ബേസ്ഡ് ആയി. സോ ഇവിടെ ഞാൻ പറയാൻ പോകുന്നൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് മൈ മോട്ടീവ്. കോഡിങ് പഠിക്കാൻ എൻ്റെ മോട്ടീവ് ഒരു സ്റ്റേബിൾ ജോബ് കിട്ടുക എന്നുള്ളതല്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ദ പോയിന്റ്. എൻ്റെ കോഡിങ് പഠിക്കാൻ എൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ, ലൈക്ക് ബിൽഡ് എ പ്രോഡക്റ്റ്, സെൽ ഇറ്റ്. അങ്ങനെ ഒരു വർഷം പ്രോട്ടോടൈപ്പിൽ പോയി ജോയിൻ ചെയ്തു. ബട്ട് ആ പ്രോട്ടോടൈപ്പിൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് എന്താ പറയുക, പഠിക്കും ഇൻ്റർവ്യൂ ആൻഡ് ഗോട്ട് എ പ്ലേസ്മെൻറ്റ്. ആ ഒരു ഫ്ലോയിൽ തന്നെ ഞാനും പോയി. എന്നിട്ട് അത് ഞാനും ഒരു ബാംഗ്ലൂരിൽ പ്ലേസ്ഡ് ആയി. ബട്ട് മൈ റിയൽ ഇൻറ്റൻഷൻ ടു ലേൺ കോഡിങ് വാസ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ബിൽഡ് എ പ്രോഡക്റ്റ് ആൻഡ് സെൽ ഇറ്റ്. അപ്പോൾ ആ ഈ ജോലിക്ക് കയറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ, എൻ്റെ ലക്ഷ്യം എവിടെ പോയി. ഐ വാസ് വർക്കിംഗ് ഒരു 9 to 5 വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് എൻ്റെ ആ ഡ്രീം ഞാൻ സാക്രിഫൈസ് ചെയ്തു. ഞാൻ അറിയാണ്ട് പോലും അത് സാക്രിഫൈസ് ആയിപ്പോയി. ഓക്കെ, സോ എന്നിട്ട് ഞാൻ വീക്കെൻഡ്സിലും ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്തു. ചുമ്മാ ചെറിയ സ്മോൾ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്തു. ആൻഡ് ഐ ട്രൈ ടു സെൽ ഇറ്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ വാസ് നോട്ട് ഏബിൾ ടു സെൽ. ഐ വാസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് എ സിംഗിൾ കസ്റ്റമർ. ഒരു കസ്റ്റമറിനെ പോലും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. ആൻഡ് ദെൻ ഐ റിയലൈസ്ഡ്, ഈ കോഡിങ് പഠിച്ചതുപോലെ തന്നെ സെയിൽസ് ഓൾസോ സ്കിൽ വിച്ച് നീഡ് ടു ബി ലേൺ. അതും പഠിച്ചെടുക്കണം. ഓക്കെ, അല്ലാണ്ട് പൊട്ടി മുളയ്ക്കുമ്പോൾ കിട്ടണവരല്ല. ഞാൻ 1 ഇയർ കോഡിങ് പഠിച്ചു, അതേപോലെ കുറച്ച് ടൈം എടുത്ത് പഠിച്ച് കൊണ്ടുവരണം ഈ സെയിൽസും. സോ അങ്ങനെയാണ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഐ റിയലൈസ് ഐ നീഡ് ടു ലേൺ സെയിൽസ്. ആ ഒരു കറക്റ്റ് ടൈമിലാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ തന്നെ GTM, ഗോ ടു മാർക്കറ്റ് അസോസിയേറ്റ് ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയണതും. ആൻഡ് ഐ ജോയിൻഡ് ഇൻ കാലിക്കറ്റ്. സോ ഇറ്റ് വാസ് ഫൺ. അതായത് ആ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ വാസ് ഫൺ. ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക്, എന്താ പറയുക, വി ആർ ഹിയർ എക്സ്പെരിമെൻറ്റിങ് ഹൗ ടു റീച്ച് ടു അവർ കസ്റ്റമേഴ്സ്. അതായത് എന്തും ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കേണ്ടി വരും, ചിലപ്പോൾ കോൾ ചെയ്യേണ്ടി വരും, കോൾഡ് ഇമെയിൽ ചെയ്യേണ്ടി വരും, ഔട്ട്റീച്ച് ചെയ്യേണ്ടി വരും, ക്ലയൻറ്റ് ഡെമോസ് എടുക്കേണ്ടി വരും. ഇറ്റ് വാസ് സ്റ്റാർട്ടർ ഓഫ് ഫുൾ എല്ലാ സാധനങ്ങളും. സോ ഐ ജസ്റ്റ് ബിക്കേം ക്യൂരിയസ് ആൻഡ് എടുത്ത് ചാടി. ബട്ട് ആം ഐ പ്രിപ്പയർഡ് ഫോർ ദാറ്റ് എടുത്ത് ചാട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഐ വാസ് നോട്ട്. ഇതൊക്കെ ഒരു പെട്ടെന്ന് ഇൻസ്റ്റിങ്ക്റ്റിൽ ഉണ്ടായ ഒരു തീരുമാനം. പെട്ടെന്ന് ഞാൻ എടുത്ത് ചാടി. ഐ സെഡ് യെസ്, ഐ അറ്റൻഡഡ് ദ ഇൻ്റർവ്യൂ ആൻഡ് ഐ ഗോട്ട് സെലക്റ്റഡ്. എന്നിട്ട് it was so fast. I was not actually prepared for this chatam. I was not actually prepared for this career switch പറയുകയാണെങ്കിൽ. ആൻഡ് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, എന്താവും ഇങ്ങനെ. ഞാൻ കുറേ പേരുടെ അഡ്വൈസ് ചോദിച്ചു, എൻ്റെ ഫ്രണ്ട്സിനോട്, അറിയാൻ പാടില്ലാത്തവരോട്, അറിയാവുന്നവരോടൊക്കെ അഡ്വൈസ് ചോദിച്ചു. ചിലവർ പറഞ്ഞു നല്ലതിനായിരിക്കും, ചിലതിന് പറഞ്ഞു മണ്ടത്തരമായിരിക്കും എന്ന്. ബട്ട് എനിവേ ഐ വാണ്ട് ടു ലേൺ സെയിൽസ്. സോ ഞാൻ എടുത്ത് ചാടി. ആൻഡ് നൗ ഐ എം ഹിയർ ഇൻ പുതിയ കമ്പനി ആസ് എ GTM അസോസിയേറ്റ്. ഇപ്പോൾ 3 months ആയി ഇവിടെ ജോയിൻ ചെയ്തിട്ട്. ആൻഡ് ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്.
ഇനി വന്ന വീഡിയോസിലും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാം. എന്തൊക്കെ വരും, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്നൊക്കെ, ഹൗ എ എഞ്ചിനീയർ ക്യാൻ അഡാപ്റ്റ് ടു സെയിൽസ് എന്നുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞുതരാം. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ബൈ ബൈ ഗൈസ്.